സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല ഒ.പി. അധ്യാപന ബഹിഷ്കരണ സമരം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് സമരം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് KGM-CTA കടന്നത്. 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. ഒ.പി. ബഹിഷ്കരിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് രോഗികൾ. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നതോടെയാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക, താൽക്കാലിക കൂട്ട സ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക, മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്കും ഡോക്ടർമാർക്കും അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുക, DA കുടിശ്ശിക നൽകുക തുടങ്ങി വർഷങ്ങളായി ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം. ഇതിനിടെ 19 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും. എന്നാൽ സമരം തുടരുമ്പോഴും അത്യാഹിത വിഭാഗം, ലേബർ റൂം, ICU, കിടത്തി ചികിത്സ എന്നീ സേവനങ്ങൾ മുടക്കില്ല. ഫെബ്രുവരി 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കാനും KGM-CTA ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ അനുകൂല നടപടി സ്വീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തീരുമാനത്തിലാണ് KGM-CTA. ഈ അരിയർ പൂർണ്ണമായും തീർത്തു 2021-ലും 2023-ലുമായിട്ട് ഈ അരിയർ പൂർണ്ണമായും തീർത്തു നൽകുമെന്ന് ഉറപ്പ് നൽകിയതാണ്. എന്നിട്ട് ആ ഉറപ്പ് സർക്കാർ പിൻവലിച്ചു. ഇനി വീണ്ടും ഒരു ഉറപ്പിൻ്റെ മുകളിൽ നമുക്ക് ഈ സമരം പിൻവലിക്കാൻ സാധ്യമല്ല. നമുക്ക് കൃത്യമായ നമ്മുടെ അരിയർ നമ്മുടെ കൈകൾ കിട്ടാതെ നമുക്ക് ഈ സമരം പിൻവലിക്കാൻ സാധ്യമല്ല. കേവലം ഒരു ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഒരു സമരം നടത്തുന്നത്. ഒ.പി. ബഹിഷ്കരിച്ചതോടെ രോഗികൾ വലയുകയാണ്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ KGM-CTA ധർണയും നടത്തി. അമൃത ന്യൂസ്, കോഴിക്കോട്.